എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. നമ്മളിന്ന് മലയാള സാഹിത്യത്തിൽ നോവൽ സാഹിത്യമാണ് ഒന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നമ്മുടെ സ്ഥാപനം സൈൻ ലേണിംഗ് PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു ഫ്രീ നോട്ട്സും ടിപ്സും നൽകുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി നമ്മൾ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂട്യൂബിൽ ഇനി മുന്നുള്ള കാലങ്ങളിൽ ഇടാൻ സാധ്യതയുള്ള വീഡിയോസും ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക. ഡെയിലി നൈറ്റ് 9 മണിയാകുമ്പോൾ നമ്മൾ PDF ടിപ്സും കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ പരമാവധി ഈ സാധ്യത ഉപയോഗപ്പെടുത്തി നിങ്ങൾ പഠിക്കുക. തീർത്തും സൗജന്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പരമാവധി നിങ്ങൾ ഉപകാരപ്പെടുത്തുമെന്ന് കരുതുന്നു. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുക്കാം. നിങ്ങളതിൽ കയറി ചെക്കൗട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മളിന്ന് നോവലാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മലയാള ഗദ്യഭാഷയ്ക്കുണ്ടായിട്ടുള്ളൊരു പുതിയ രൂപവും അതോടൊപ്പം തന്നെ കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായവും അതിനോടനുബന്ധിച്ച് പത്രമാസികകളുടെ വരവും എല്ലാം ഒരു പുതിയ ആശയലോകം തുറക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളാണ് പൊതുവെ മലയാളത്തിൽ നോവൽ എന്ന സാഹിത്യരൂപത്തിന് ജന്മം നൽകാൻ പ്രധാനമായിട്ട് ഉള്ള കാരണങ്ങളെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇനി കുറച്ച് ഫാക്റ്റുകൾ നോക്കൂ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? കുന്തലത. ആരാണ് എഴുതിയിട്ടുള്ളത്? അപ്പു നെടുങ്ങാടി. 1887 വർഷം. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവലായിട്ട് പരിഗണിക്കുന്നത്. ഇനി അത് ഷേക്സ്പിയറുടെ സിംബലിൻ നാടകത്തിൽ നിന്നാണ് കുന്തലതയുടെ കഥാതലം സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊന്ന്, മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. അതിൻ്റെ രചയിതാവ് ആരാണ്? ചന്തുമേനോനാണ്. നമുക്കെല്ലാവർക്കും പൊതുവിൽ അറിയാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണത്. ഇനി നോക്കൂ, ഇന്ദുലേഖ എന്ന നോവൽ അച്ചടിച്ച പ്രസ് ഏതാണ്? സ്പെക്ടേറ്റർ പ്രസ്, കോഴിക്കോട്. അതിൻ്റെ വർഷം നോക്കൂ, 1889. ഇനി ചന്തുമേനോൻ്റെ ഒരു അപൂർണ കൃതിയുണ്ട് ഇന്ദുലേഖ കൂടാതെ, അതിൻ്റെ പേരാണ് ശാരദ. മറ്റൊന്ന്, മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ് എന്നുള്ള ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയാണ്. അതിൻ്റെ ഓതർ CV രാമൻപിള്ളയാണ്. വർഷം 1891. ഇനി സിനിമയാക്കിയ ആദ്യ നോവൽ ഏതാണ്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ തന്നെയാണ് സിനിമയാക്കിയ ആദ്യ നോവൽ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇനി ആദ്യ മലയാള വനിതാ നോവലിസ്റ്റ് ആരാണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് J. പാറുക്കുട്ടി അമ്മയാണ്. സ്ത്രീ ശക്തിമയി അഥവാ ആപൽക്കരമായ മാല 1914 നോവലാണത്. J. പാറുക്കുട്ടി അമ്മ, ആദ്യ മലയാള നോവലിസ്റ്റ്. നോവലിൻ്റെ പേരെന്താണ്? സ്ത്രീ ശക്തിമയി അഥവാ ആപൽക്കരമായ മാല. വർഷം 1914. ഇനി മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ ഏതാണ് എന്നുള്ളതാണ്. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ അവകാശികളാണ്. രചന ആരുടേതാണ്? വിലാസിനി രചിച്ചിട്ടുള്ള നോവലാണ് അവകാശികൾ. ഇനി മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് നോവൽ ഏതാണ്? ധൂമകേതുവിൻ്റെ ഉദയമാണ്. അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് സർദാർ KM പണിക്കരാണ്. അപ്പോൾ സർദാർ KM പണിക്കരുടെ ധൂമകേതുവിൻ്റെ ഉദയമാണ് മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് നോവൽ. ഇനി നമ്മുടെ പ്രശസ്ത കവി ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ളൊരു നോവലിൻ്റെ പേരാണ് എന്താണ്? കളിത്തോഴി. ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള നോവലിൻ്റെ പേരെന്താണ്? കളിത്തോഴി. മറ്റൊന്ന്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഓർത്തിരിക്കുക, അത് ചെമ്മീനാണ്. ഇനി തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏതാണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുറക്കാട് കടപ്പുറമാണ് തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം. ഇനി CV രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ ഏതാണ് എന്നുള്ളൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനുത്തരം പ്രേമാമൃതമാണ്.
CV രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ പ്രേമാമൃതമാണ്, ഓർത്തിരിക്കുക. മറ്റൊന്ന്, കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ ഏതാണ്? വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ ഏതാണ്? ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റാണ്. ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റാണ്. ഇനി ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഓടയിൽ നിന്ന് എന്നുള്ളതാണ്. ആരാണ് അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്? പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്നുള്ള നോവലാണ് ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാളത്തിലെ ആദ്യ നോവൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി OV വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഗുരുസാഗരമാണ്. OV വിജയന് ഗുരുസാഗരം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമുള്ളൂ, അഗ്നിസാക്ഷി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏതാണ്? അഗ്നിസാക്ഷിയാണ്. ഇനി നോക്കൂ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KP അപ്പൻ്റെ കൃതി ഏതാണ് എന്നുള്ള ചോദ്യം. അതിൻ്റെ ഉത്തരം ഏതാണ്? മധുരം നിൻ്റെ ജീവിതം. ഏതാണ് വർഷം എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. 2008. മധുരം നിൻ്റെ ജീവിതം, KP അപ്പൻ, 2008. അടിയന്തരാവസ്ഥയെ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടെ ദീർഘദർശനം ചെയ്തെഴുതിയ OV വിജയൻ്റെ നോവൽ ഏതാണ് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്താ നിങ്ങൾ ഉത്തരം എഴുതണം? ധർമ്മപുരാണമാണ്. അടിയന്തരാവസ്ഥയെ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടെ, സ്പേസ് വന്നിട്ടുണ്ട്, ഉൾക്കാഴ്ചയോടെ ദീർഘദർശനം ചെയ്തെഴുതിയിട്ടുള്ള OV വിജയൻ്റെ നോവൽ ഏതാണ്? ധർമ്മപുരാണമാണ്. മറ്റൊന്ന്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നോവലുകൾ എഴുതിയത് ആരാണ്? മുട്ടത്ത് വർക്കിയാണ്. ജനപ്രിയ സാഹിത്യത്തിൽ നമ്മളെപ്പോഴും പഠിക്കാൻ സാധ്യതയുള്ളൊരു പേര് കൂടിയാണ് മുട്ടത്ത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നോവലുകൾ എഴുതിയിട്ടുള്ളത് മുട്ടത്ത് വർക്കിയാണ്. ഇനി മറ്റൊന്ന്, 1969 പ്രസിദ്ധീകരിച്ച OV വിജയൻ്റെ എക്കാലത്തെയും മികച്ച നോവൽ ഏതാണ്? നമുക്കറിയാം, ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. OV വിജയൻ ഏറ്റവും കൂടുതൽ നമ്മൾക്കിടയിൽ എല്ലാവർക്കും പ്രത്യേകം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു നോവലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഏതൊരാൾക്കും അറിയാൻ സാധ്യതയുള്ള ഒരു നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താ പറയുക, ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന പേരിലാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഓർത്തിരിക്കുക, ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്നുള്ള പേരിലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അത് ആര് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്? OV വിജയൻ തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. മറ്റൊന്ന്, കേരളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കൊലയറ രചിച്ചത് ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കൂ, OM ചെറിയാനാണ്. OM ചെറിയാൻ്റെ നോവലിൻ്റെ പേരെന്താണ്? കാലൻ്റെ കൊലയറ. കാലൻ്റെ കൊലയറയാണ്. അപ്പോൾ അത് ഏത് വിഭാഗത്തിലുള്ള ആദ്യകാല ഡിറ്റക്റ്റീവ് നോവൽ എന്ന വിഭാഗത്തിലുള്ളതാണ് കാലൻ്റെ കൊലയറ. അത് രചിച്ചിട്ടുള്ളത് ആരാണ്? OM ചെറിയാനാണ്. ഇനി അയ്യങ്കാളിപ്പട എന്ന നോവൽ രചിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എന്തുത്തരം എഴുതും? കവിയൂർ മുരളിയുടേതാണ് അയ്യങ്കാളിപ്പട എന്ന നോവൽ രചിച്ചിട്ടുള്ളത് കവിയൂർ മുരളിയാണ്, ഓർത്തിരിക്കുക. ഇനി മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ആരാണ്? ചെറുകാടാണ്. ചെറുകാടിൻ്റെ നോവലിൻ്റെ പേരെന്താണ്? മുത്തശ്ശി. ഇനി നോക്കൂ, അത് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചേക്കേണ്ട ഒരു പോയിൻ്റാണ്. മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ആരാണ് എന്നുള്ളത് ബാലാമണി അമ്മയാണ്. കവിതയാണ്. നോവലാരാണ്? ചെറുകാടാണ്. കവിത ആരാണ്? ബാലാമണി അമ്മയാണ്. മാറിപ്പോകരുത്. ഇനി നോക്കൂ, എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയ കൃതി ഏതാണ്? എന്മകജയാണ്. ഓർത്തിരിക്കുക, എന്മകജയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം പ്രമേയമാക്കിയ കൃതി ഏതാണ്? എന്മകജയാണ്. ആരാണ് അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്? അംബികാസുധൻ മങ്ങാടാണ്. ഓർത്തിരിക്കുക. ഇനി കുറച്ച് അതായത് ഈ നോവലുകളിലെ നായകന്മാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നോക്കൂ.
കർണനെ നായകനാക്കി PK ബാലകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ് ചോദിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള നോവലാണ് കർണനെ നായകനാക്കി PK ബാലകൃഷ്ണൻ രചിച്ച നോവൽ. ആരാണ്? PK ബാലകൃഷ്ണൻ. ഇനി ഞാൻ ഉറങ്ങട്ടെ, ഓർത്തിരിക്കുക. മറ്റൊന്ന്, കാളിദാസനെ നായകനാക്കി ONV രചിച്ച കാവ്യം ഏതാണ് എന്നുള്ളതാണ്. കാളിദാസനെ നായകനാക്കി ONV രചിച്ച കാവ്യം ഏതാണ്? ഉജ്ജയിനിയാണ്. ONV രചിച്ച കാവ്യം ഏതാണ്? ഉജ്ജയിനിയാണ്. ഇനി നോക്കൂ, ഭീമനെ നായകനാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? നമുക്കറിയാം, രണ്ടാമൂഴമാണ്. ഭീമനെ നായകനാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? രണ്ടാമൂഴമാണ്. ഇനി അംഗദനെ പ്രധാന കഥാപാത്രമാക്കി സാറാ ജോസഫ് രചിച്ച നോവൽ ഏതാണ്? ഊരുകാവലാണ്. അംഗദനെ പ്രധാന കഥാപാത്രമാക്കി സാറാ ജോസഫ് രചിച്ച നോവലിൻ്റെ പേരേതാണ്? ഊരുകാവലാണ്. ഇനി പാറപ്പുറത്തും K സുരേന്ദ്രനും ചേർന്നെഴുതിയ നോവലുണ്ട്. അതിൻ്റെ പേര്, അതായത് 2 നോവലിസ്റ്റുകൾ ചേർന്ന് എഴുതിയ നോവലുകളാണ് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാറപ്പുറത്തും K സുരേന്ദ്രനും ചേർന്നെഴുതിയ നോവൽ ഏതാണ്? കാണാപ്പൊന്നാണ്. പാറപ്പുറത്തും K സുരേന്ദ്രനും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരെന്താണ്? കാണാപ്പൊന്ന്. മറ്റൊന്ന്, KL മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരാണ് മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരാണ് അമാവാസി. KL മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരെന്താണ്? അമാവാസി. മാധവിക്കുട്ടിയും സുലോചനയും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരെന്താണ്? കവാടം. മാധവിക്കുട്ടിയും സുലോചനയും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരെന്താണ്? കവാടം. ഇനി മറ്റൊന്ന്, MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് രചിച്ച നോവൽ ഏതാണ്? അറബിപ്പൊന്ന്. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് രചിച്ച നോവലിൻ്റെ പേരെന്താണ്? അറബിപ്പൊന്ന്, ഓർത്തിരിക്കുക. മറ്റൊന്ന്, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയും കുഞ്ഞബ്ദുള്ളയും അതോടൊപ്പം തന്നെ സേതുവും, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്നെഴുതിയ നോവലിൻ്റെ പേരെന്താണ്? നവഗ്രഹങ്ങളുടെ തടവറ. അപ്പോൾ നവഗ്രഹങ്ങളുടെ തടവറ എന്നുള്ളത് ആരെഴുതിയ നോവലാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്നെഴുതിയ നോവലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഒരു കറണ്ട് ഫാക്റ്റ് നോക്കൂ. ലോകത്തിലെ ആദ്യ മിറർ നോവൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതാണ്? അക്ഷരമുഖിയാണ്. ലോകത്തിലെ ആദ്യ മിറർ നോവൽ ഏതാണ്? അക്ഷരമുഖിയാണ്. ലോകത്തിലെ ആദ്യ മിറർ നോവൽ ഏതാണ്? അക്ഷരമുഖിയാണ്. അതാരാണ് രചിച്ചിട്ടുള്ളത്? ആറ്റൂർ സന്തോഷ് കുമാറാണ് അക്ഷരമുഖി രചിച്ചിട്ടുള്ളത്. ആറ്റൂർ സന്തോഷ് കുമാറാണ് അക്ഷരമുഖി രചിച്ചിട്ടുള്ളത്. ഇനി അക്ഷരമുഖി എന്ന് പറഞ്ഞാൽ അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്നാണ് നോവലിൻ്റെ മുഴുവൻ പേര്. അതായത് അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്നാണ് ഈ പറയുന്ന നോവലിൻ്റെ മുഴുവൻ പേര് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. മറ്റൊന്ന്, ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന ഒരു നോവലാണ്. അത് ആദ്യ നോവലാണ് ഈ പറയുന്ന അക്ഷരമുഖി എന്നുള്ളത്. അതിൻ്റെ മുഴുവൻ പേരെന്താണ്? കണ്ണാടിയിലെ അക്ഷരം അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്നുള്ളതാണ്. ഇനി നമുക്ക് മലയാള നോവലിൻ്റെ പരിണാമം ഒന്ന് നോക്കാം. നമുക്കറിയാം, മലയാള നോവൽ സാഹിത്യത്തിന് ശക്തമായ അടിത്തറ പാകിയതും അതിനൊരു വ്യക്തമായ രൂപം നൽകിയതും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്. ഗദ്യഭാഷയുടെ വളർച്ച, കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം, പത്രമാസികളുടെ ആവിർഭാവം എന്നിവയെല്ലാം ഈ സാഹിത്യ രൂപത്തിൻ്റെ ഉദയത്തിന് കളമൊരുക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് കൂടിയാണ്. ഇനി നോക്കൂ, നോവലിൻ്റെ ആദ്യകാല രൂപങ്ങളിൽ നമുക്ക് പറയാനുള്ളത് ഏതൊക്കെ നോവലാണ്? ഇന്ദുലേഖയ്ക്ക് മുമ്പായിട്ട് നോവലിൻ്റെ പ്രാഗ് രൂപങ്ങളായി കണക്കാക്കാവുന്ന 12 കഥാഖ്യാന കൃതികൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ ചിലത് മറ്റ് ഭാഷകളിലെ പ്രശസ്ത കൃതികളുടെ വിവർത്തനങ്ങളായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. എന്തായിരുന്നു? വിവർത്തനങ്ങളായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് നോവലുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ആർച്ച് ഡീക്കൻ കോഷിയുടെ പരദേശി മോക്ഷയാത്ര. ആർച്ച് ഡീക്കൻ കോഷിയുടെ പരദേശി മോക്ഷയാത്ര 1847 നോവൽ ആരുതാണ്? ആർച്ച് ഡീക്കൻ കോഷിയുടേതാണ്. മറ്റൊന്ന്, ജോൺ ബന്യൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ വിവർത്തനമായിരുന്നു ഈ കൃതിക്ക്. അപ്പോൾ നമുക്കറിയാം, അതായത് ഈ പിൽഗ്രിം പ്രോഗ്രസ് എന്ന ഇതിൻ്റെ വിവർത്തനമാണ് ഈ പറയുന്ന പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന നോവലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതേ കൃതിക്ക് റവറൻഡ് സി മുള്ളർ സഞ്ചാരിയുടെ പ്രയാണം എന്ന പേരിൽ മറ്റൊരു
മറ്റൊരു വിവർത്തനവും നൽകുന്നുണ്ട്. സഞ്ചാരിയുടെ പ്രയാണം എന്ന പേരിൽ മറ്റൊരു വിവർത്തനം നൽകുന്നത് ആരാണ്? റവറൻഡ് സി മുള്ളറാണ്. ഇനി നോക്കൂ, ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭാഷാശാകുന്തളം, അതായത് കാളിദാസൻ്റെ ശാകുന്തളത്തിൻ്റെ ഗദ്യപരിഭാഷ, അറബി കഥയെ ആസ്പദമാക്കിയിട്ടുള്ള മീനകേതനൻ എന്നിവയും ഈ കാലഘട്ടത്തിലെ പ്രധാന കൃതികളാണ്. അതായത് ഭാഷാശാകുന്തളം അതുപോലെ തന്നെ മീനകേതനൻ എന്നിവയും ഈ കാലഘട്ടത്തിലെ പ്രധാന കൃതികളാണ്. അടുത്ത പോയിന്റ് നോക്കൂ, ആർച്ച് ഡീക്കൻ കോശിയുടെ തിരുപ്പോരാട്ടം, അതേതാണ് വർഷം? 1865. ആർച്ച് ഡീക്കൻ കോശിയുടെ തിരുപ്പോരാട്ടം 1865. ജോൺ ബന്യൻ്റെ ഹോളി വാറിൻ്റെ വിവർത്തനമായിരുന്നു. ഈ തിരുപ്പോരാട്ടം എന്ന് പറയുന്നത് എന്തിൻ്റെ വിവർത്തനമായിരുന്നു? ജോൺ ബന്യൻ്റെ ഹോളി വാറിൻ്റെ വിവർത്തനമായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ഗദ്യകൃതിയായിട്ടുള്ള പുല്ലേലി കുഞ്ചു, ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചു എന്നാണ് പ്രസിദ്ധമാകുന്നത്. 1882 വർഷം ഓർത്തിരിക്കുക. പുല്ലേലി കുഞ്ചു ആർച്ച് ഡീക്കൻ കോശി 1882 ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോവൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്, ഓർത്തിരിക്കുക. മറ്റൊന്ന് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്, ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ് എന്ന നാടകത്തിന് നൽകിയൊരു ഗദ്യ രൂപാന്തരമാണ് ആൾമാറാട്ടം എന്നുള്ളത് കൃതി. ആൾമാറാട്ടം 1866 ആൾമാറാട്ടം ഏതിന് നൽകിയ വിവർത്തനമാണ് എന്നുള്ളത് നോക്കൂ. ഷേക്സ്പിയറിൻ്റെ കോമഡി ഓഫ് എറേഴ്സ് എന്ന നാടകത്തിന് നൽകിയ ഗദ്യ രൂപാന്തരമാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ആണ്. ഇനി മിസ്സിസ് കോളിൻസ് സ്ലൈൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷയായ ഘാതകവധം മറ്റൊരു പ്രധാന കൃതിയാണ്. അതായത് മിസ്സസ് കോളിൻസിൻ്റെ ഘാതകവധം മറ്റൊരു പ്രധാന കൃതിയാണ് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി കെ ചിദംബര വാദ്യാർ, ചാൾസ് ലാംബിൻ്റെ ഏതാണ് വിവർത്തനം എന്ന് നോക്കൂ. ചാൾസ് ലാംബിൻ്റെ ഷേക്സ്പിയർ കഥകളെ ആസ്പദമാക്കി കാമാക്ഷി ചരിതം, ഏതാണ്? കാമാക്ഷി ചരിതം രചിക്കുന്നുണ്ട്. കാമാക്ഷി ചരിതം ആരുടേതാണ്? കെ ചിദംബര വാദ്യാരുടേതാണ് കാമാക്ഷി ചരിതം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി വർഷകാലകഥ ഹന്ന കാതറിൻ മില്ലിൻസിൻ്റെ ഫുൽമോനി ആൻഡ് കോരുണയുടെ പരിഭാഷ എന്നിവയും ഈ പട്ടികയിൽപ്പെടുന്നത്. അതായത് ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്നുള്ളതും ഈ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അടുത്ത പോലെ നോക്കൂ, അപ്പു നെടുങ്ങാടിയുടെ കുന്തലത 1887 അപ്പു നെടുങ്ങാടിയുടെ കുന്തലത 1887 അപ്പു നെടുങ്ങാടിയുടെ കുന്തലത ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടൊരു രചനയാണെങ്കിലും നോവൽ എന്ന ഗണത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേർന്നത് ഇന്ദുലേഖയിലൂടെയാണ് എന്നുള്ളത് നമുക്ക് പറയാം. അത് നമ്മൾ പ്രഥമ നോവലായിട്ട് ആദ്യം പരിഗണിച്ചിരുന്ന ഇന്ദുലേഖയാണ്. ഇന്ന് നമുക്കറിയാം അതിനു മുന്നേ നോവലുകൾ ഉണ്ടെന്ന്, പക്ഷേ അത് പൂർണ്ണമായൊരു സ്ഥിതി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ മാറ്റി നിർത്തപ്പെട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നോക്കൂ, ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബീക്കൻസ്ഫീൽഡിൻ്റെ ഹെൻറിറ്റ ടെബിൾ എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ സ്വാധീനം എന്തിൽ കാണുന്നുണ്ട്? ഇന്ദുലേഖയിൽ കാണുന്നുണ്ട്. ബീക്കൻസ്ഫീൽഡിൻ്റെ ഹെൻറിറ്റ ടെബിൾ എന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ സ്വാധീനം എന്തിൽ കാണുന്നുണ്ട്? ഇന്ദുലേഖയിൽ കാണുന്നുണ്ട്. ചന്തുമേനോൻ ശാരദ എന്ന നോവൽ പൂർത്തിയാക്കും മുമ്പേ അന്തരിക്കുന്നുണ്ട്. അപ്പോൾ പൂർത്തിയാക്കാത്ത അപൂർണമായിട്ടുള്ള ഒരു നോവലാണ് ഓ ചന്തുമേനോൻ്റെ ഏതാണ്? ശാരദ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓ ചന്തുമേനോൻ്റെ അപൂർണമായ നോവലാണ് ശാരദ എന്നുള്ളത്. ഇനി സി വി രാമൻപിള്ളയും ചരിത്ര നോവലുകൾ നോക്കൂ. 1891 സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ നോവൽ പ്രസിദ്ധമാകുന്നു. ഇതൊരു ചരിത്ര നോവലാണ്, നമുക്കറിയാം. തിരുവിതാംകൂറിലെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള മാർത്താണ്ഡവർമ്മ 1891 വരുന്നു. അടുത്ത അദ്ദേഹത്തിൻ്റെ നോവൽ എന്താണ്? ധർമ്മരാജയാണ്. ധർമ്മരാജയുടെ വർഷം 1913 ആണ്. അതോടൊപ്പം തന്നെ 1921 അദ്ദേഹം മറ്റൊരു നോവൽ കൂടി എഴുതുന്നു, രാമരാജ ബഹദൂർ. 1921 അദ്ദേഹം മറ്റൊരു നോവൽ കൂടി എഴുതുന്നു, രാമരാജ ബഹദൂർ. എന്നിവയാണ് സി വിയുടെ പ്രധാനപ്പെട്ട ചരിത്ര നോവലുകൾ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നുള്ളത്. ഇനി ഇതിന് പുറമെ ചരിത്ര നോവലല്ലാതെ ഒരു സാമൂഹിക നോവൽ കൂടി ഈ പറയുന്ന സി വി രാമൻപിള്ള എഴുതിയിട്ടുണ്ട്. അതേതാണ്? 1917 പ്രേമാമൃതമാണ്. 1917 പ്രേമാമൃതമാണ്. ഇനി 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള മറ്റു നോവലുകൾ നമുക്കൊന്ന് നോക്കാം. ഇനി നോക്കൂ,
പടിഞ്ഞാറെ കോവിലകത്ത് അമ്മാമൻ രാജയുടെ ഇന്ദുമതി സ്വയംവരം. ഇന്ദുമതി സ്വയംവരം പടിഞ്ഞാറെ കോവിലകത്ത് അമ്മാമൻ രാജയുടെ ഇന്ദുമതി സ്വയംവരം. പടിഞ്ഞാറെ കോവിലകത്ത് അമ്മാമൻ രാജയുടെ ഇന്ദുമതി സ്വയംവരം 1890. ഇനി സി ചാത്തുനായരുടെ മീനാക്ഷി 1890. സി ചാത്തുനായരുടെ മീനാക്ഷി എന്ന നോവൽ 1890 തന്നെയാണ് വർഷം വരുന്നത്. മറ്റൊന്ന് പോത്തേരി തൊമ്മൻ അപ്പോത്തിഗിരിയുടെ പരിഷ്കാരപ്പാതി. പോത്തേരി തൊമ്മൻ അപ്പോത്തിഗിരിയുടെ പരിഷ്കാരപ്പാതി. വർഷം നോക്കൂ, 1892. 1892. ഇനി മറ്റൊരു നോവൽ എന്ന് പറയുന്നത് കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ്റെ പറങ്ങോടി പരിണയം. ഏതാണ് വർഷം എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1892 പറങ്ങോടി പരിണയം. ആരാണ് എഴുതിയിട്ടുള്ളത്? കിഴക്കേപ്പാട്ട് രാമൻ മേനോനാണ്. മലയാളത്തിൽ ആക്ഷേപഹാസ്യ നോവൽ എന്ന രൂപത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്ന പറങ്ങോടി പരിണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷത എന്താണ്, അല്ലെങ്കിൽ പ്രാധാന്യം എങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് എന്നുള്ളത് എങ്ങനെയാണ്? ആക്ഷേപഹാസ്യ നോവൽ എന്ന രൂപത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആക്ഷേപഹാസ്യ നോവൽ എന്ന രൂപത്തെ അവതരിപ്പിച്ചു എന്നതിലൂടെയാണ്. ഇനി നോക്കൂ, കോമാട്ടിൽ പാടുമേനോൻ്റെ ലക്ഷ്മി കേശവും. കോമാട്ടിൽ പാടുമേനോൻ്റെ ലക്ഷ്മി കേശവും എന്നുള്ള നോവലുണ്ട്. അതോടൊപ്പം തന്നെ സി അന്തപ്പായുടെ 4 പേരിലൊരുത്തൻ 1893 വരുന്നു. ഇനി മറ്റൊന്ന് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ അക്ബർ വരുന്നു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ അക്ബർ വരുന്നു. ഇനി ജോസഫ് മൂളിയലിൻ്റെ സുകുമാരി 1897 വരുന്നു. മറ്റൊന്ന് സി വി രാമൻ പിള്ളയുടെ അച്യുതമേനോൻ്റെ നോവൽ ഏതാണ്? വിരുദൻ ശംഖുവാണ്. 1913 വർഷം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അമ്പാടി നാരായണ പൊതുവാൾ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നോവൽ ഏതാണ്? കേരളപുത്രനാണ്. 1924 വർഷം. അമ്പാടി നാരായണ പൊതുവാൾ കേരളപുത്രൻ 1924 വർഷം. ഇനി നോക്കൂ, ടി രാമൻ നമ്പീശൻ കേരളേശ്വരൻ എന്ന നോവൽ എഴുതിയിട്ടുണ്ട്. 1929 ടി രാമൻ നമ്പീശൻ്റെ കേരളേശ്വരൻ എന്ന നോവൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഈ പറയുന്ന സി വിക്ക് ശേഷം ശ്രദ്ധേയരായ നോവലിസ്റ്റുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മറ്റ് കുറച്ച് നോവലിസ്റ്റുകൾ നോക്കുമ്പോൾ കേശവക്കുറുപ്പിൻ്റെ മാധവക്കുറുപ്പ് എന്നുള്ളൊരു നോവൽ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. 1922 വർഷം. മറ്റൊന്ന് കാലൻ്റെ കൊലയറ എന്നുള്ള നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്? OM ചെറിയാനാണ്. കാലൻ്റെ കൊലയറ എന്ന നോവൽ എഴുതിയിട്ടുള്ളത്. വർഷം 1928 ആണ് എന്ന് ഓർത്തിരിക്കുക. കാലൻ്റെ കൊലയറ 1928 OM ചെറിയാൻ്റെ രചനയിലാണ് കാലൻ്റെ കൊലയറ എന്ന നോവൽ ഉണ്ടായിട്ടുള്ളത്. 1928. ഇനി അനന്തപത്മനാഭൻ്റെ മറ്റൊരു നോവലാണ് വീരബാലൻ. 1933 വർഷം. മറ്റൊന്ന് ചേലനാട്ട് അച്യുതമേനോൻ്റെ അജ്ഞാത സഹായി എന്ന് പറഞ്ഞ 1936 നോവലുണ്ട്. ഇവയൊക്കെ എന്താണ്? പ്രത്യേകത എന്ന് പറയുന്നത് അപസർപ്പക നോവലുകളാണ് എന്നുള്ളതാണ്. ഇവയെല്ലാം എന്താണ്? അപസർപ്പക നോവലുകളാണ് എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നോക്കൂ, കപ്പന കൃഷ്ണമേനോൻ്റെ ചേരമാൻ പെരുമാൾ എന്നുള്ളൊരു നോവൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ KM പണിക്കരുടെ കേരള സിംഹം എന്ന് പറഞ്ഞ നോവൽ വരുന്നുണ്ട്. മറ്റൊന്ന് പള്ളത്തുരാമൻ്റെ അമൃതപുളിനം എന്ന് പറഞ്ഞ നോവലുകളാണ്. അപ്പം ഇനി മറ്റൊന്ന് ഒരു ചരിത്ര നോവലുകളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സി കുഞ്ഞിരാമൻ മേനോൻ്റെ വെളുവക്കം മാരൻ എന്നുള്ള നോവൽ കൂടി എന്താണ്? ചരിത്ര നോവലുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കേരള സിംഹം, അമൃതപുളിനം, ചേരമാൻ പെരുമാൾ, അതുപോലെ തന്നെ സി കുഞ്ഞിരാമൻ മേനോൻ്റെ വെളുവക്കമ്മാരൻ എന്ന് പറഞ്ഞ നോവൽ കൂടി ചരിത്ര നോവലുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നമ്പൂതിരി സമുദായത്തെ കേന്ദ്രീകരിച്ച് സാമൂഹിക നോവലിൻ്റെ മാതൃക അവതരിപ്പിച്ച ഒരു കൃതിയാണ്. ഏതാണ്? 1931 അച്ഛൻ്റെ മകൾ എന്നുള്ള കൃതി. അത് ആരാണ് എഴുതിയിട്ടുള്ളത്? മുത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടാണ് രചിച്ചിട്ടുള്ളത്. മുത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടിൻ്റെ അച്ഛൻ്റെ മകളാണ്. സാമൂഹിക നോവലിൻ്റെ ഏകദേശ രൂപം അത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. പൂങ്കുല, മറുപുറം, ആത്മാഹുതി തുടങ്ങിയ നോവലുകളും അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കൃതികളാണ് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക.
ഇനി കുറച്ച് ഫാക്റ്റുകളായിട്ട് പഠിക്കാം. മലയാളത്തിലെ ആദ്യമായിട്ട് വന്നിട്ട് ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏതാണ്? അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനോനാണ്. ഓർത്തിരിക്കുക, മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനോനാണ്. മറ്റൊന്ന്, മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്, കണ്ടിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. സൈബർ നോവൽ ഏതാണ്? ആദ്യത്തെ നൃത്തമാണ്. എം മുകുന്ദൻ്റെ നൃത്തമാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണെൻ പേര് എന്നുള്ള നോവലാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? സക്കറിയയാണ്. സക്കറിയയുടെ ഇതാണെൻ പേര് എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ. മറ്റൊന്ന്, ആക്ഷേപഹാസ്യ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ ഏതാണ് എന്നുള്ളത് പറങ്ങോടി പരിണയമാണ്. നമ്മൾ മുന്നേ സൂചിപ്പിച്ചു. കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ്റെ പറങ്ങോടി പരിണയമാണ് മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ. ഇനി പിക്കാറസ്ക് നോവൽ ഏതാണ് എന്നുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ ഏതാണ്? വിരുതൻ ശംഖുവാണ്. മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ. ഇനി നോക്കൂ, ആരാണ് അത് എഴുതിയിട്ടുള്ളത്? കാരാട്ട് അച്യുതമേനോനാണ് വിരുതൻ ശംഖുവിൻ്റെ രചയിതാവ്. വിരുതൻ ശംഖു, കാരാട്ട് അച്യുതമേനോൻ, മറക്കാതെ ഓർത്തിരിക്കുക. മറ്റൊന്ന്, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണ്? പാറപ്പുറത്താണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? കെ നാരായണൻ ഗുരുക്കളാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണ്? പാറപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ രചയിതാവ് ആരാണ്? കെ നാരായണ ഗുരുക്കളാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ആൻറ്റി നോവൽ ഏതാണെന്ന് നോക്കൂ. പാത്തുമ്മയുടെ ആടാണ്. ആരാണ് അതിൻ്റെ രചയിതാവ്? ബഷീറാണ്. മലയാളത്തിലെ ആദ്യത്തെ ആൻറ്റി നോവൽ ഏതാണ്? പാത്തുമ്മയുടെ ആടാണ്. ആരാണ് രചയിതാവ് എന്ന് നോക്കുമ്പോൾ ബഷീറാണ്. ഇനി മറ്റൊന്ന്, അധസ്ഥിതരുടെ കഥ പറയുന്ന നോവൽ സരസ്വതി വിജയം. അധസ്ഥിതരുടെ കഥ പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? സരസ്വതി വിജയമാണ്. പോത്തേരി കുഞ്ഞമ്പുവാണ് അതിൻ്റെ രചയിതാവ്. മലയാളത്തിലെ അധസ്ഥിതരുടെ കഥ പറയുന്ന ആദ്യ നോവൽ ഏതാണ്? സരസ്വതി വിജയമാണ്. പോത്തേരി കുഞ്ഞമ്പുവാണ് അതിൻ്റെ രചയിതാവ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? സ്വർഗ്ഗദൂതനാണ്. പോഞ്ഞിക്കര റാഫി എഴുതിയിട്ടുള്ള സ്വർഗ്ഗദൂതനാണ് മലയാളത്തിലെ ആദ്യത്തെ ഏതാണ് ബോധധാര നോവൽ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മറ്റൊന്ന്, മലയാളത്തിൽ ആദ്യമായിട്ട് വനിത രചിച്ച അപസർപ്പക നോവൽ ഏതാണ് എന്നുള്ളതാണ്. ഭദ്ര എൻ മേനോൻ എഴുതിയിട്ടുള്ള സിൽവർ ജെയിംസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വനിത രചിച്ച അപസർപ്പക നോവൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നോക്കൂ, ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? നമുക്കറിയാം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം എന്ന് പറയുന്നത് രാമചന്ദ്ര വിലാസമാണ്. ആരതാണ്? അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്ര വിലാസമാണ് മഹാകാവ്യത്തിൽ വരുന്നത്. ഇതിനോട് ചേർത്ത് പഠിക്കാനുള്ളൊരു ഫാക്റ്റ് കൂടി ആയതുകൊണ്ടാണ് ഞാനത് അവിടെ എഴുതിയത്. ഇനി മറ്റൊന്ന് നോക്കൂ, കുറച്ച് കഥാപാത്ര സവിശേഷതകൾ അല്ലെങ്കിൽ കഥകളുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളായിട്ട് നമുക്ക് പഠിക്കാം. നോക്കൂ, എസ് കെ പൊറ്റക്കാട് കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഉത്തരം എഴുതണം. പ്രവാസമാണ്. എസ് കെ പൊറ്റക്കാട് കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ്? പ്രവാസമാണ്. മറ്റൊന്ന്, എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥാംശമുള്ള നോവൽ ഏതാണ്? ഒരു ദേശത്തിൻ്റെ കഥയാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥാംശമുള്ള നോവൽ ഏതാണ്? ഒരു ദേശത്തിൻ്റെ കഥയാണ്. മറ്റൊന്ന്, എസ് കെ പൊറ്റക്കാട് കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? വിഷകന്യകയാണ്. എസ് കെ പൊറ്റക്കാട് കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? വിഷകന്യകയാണ്. ഇനി മറ്റൊന്ന്, എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലിൻ്റെ പേരാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇനി നോക്കൂ, ഇന്ദിരാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ രചിച്ച നോവൽ ഏതാണ്? പർവ്വതങ്ങളിലെ കാറ്റ്. ജോർജ് ഓണക്കൂർ ഏതാണ്? പർവ്വതങ്ങളിലെ കാറ്റ്. മറ്റൊന്ന്, EMSനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ്? കേശവൻ്റെ വിലാപങ്ങളാണ് EMSനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ നോവൽ എന്നോർത്തിരിക്കുക. മറ്റൊന്ന്, ഇബ്നു ബത്തൂത്ത കഥാപാത്രമാക്കുന്ന ആനന്ദിൻ്റെ നോവൽ ഏതാണ്? ഗോവർദ്ധനൻ്റെ യാത്രകളാണ്. ഇബ്നു ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവൽ ഏതാണ്? ഗോവർദ്ധനൻ്റെ യാത്രകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നോവൽ പറഞ്ഞു വയ്ക്കാനുള്ളത്, അതായത് CP രാമസ്വാമി അയ്യർ കഥാപാത്രമാക്കുന്ന തകഴി രചിച്ച നോവൽ ഏതാണ്? ഏണിപ്പടികളാണ്. CP രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴി രചിച്ച നോവൽ ഏതാണ്? ഏണിപ്പടികളാണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കിയിട്ട് രചിച്ചിട്ടുള്ള മലയാറ്റൂർ രചിച്ചിട്ടുള്ള നോവൽ ഏതാണ്? അമൃതം തേടി എന്നുള്ളതാണ്. അമൃതം തേടി ഏതാണ് പശ്ചാത്തലം? ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ആരുടേതാണ് അമൃതം തേടി എന്ന നോവൽ? മലയാറ്റൂരിൻ്റെതാണ്.
മറ്റൊന്ന് തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിൻ്റെ ശ്രദ്ധേയമായ രചന ഏതാണ് നാർമടിപ്പുടവയാണ്. സാറാ തോമസിൻ്റെ ശ്രദ്ധേയമായ രചന ഏതാണ്? നാർമടിപ്പുടവ. അതിലെന്താണ്? തമിഴ് ബ്രാഹ്മണരുടെ ജീവിതമാണ് പരാമർശിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊന്ന് പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവൽ ഏതാണ്? ഇന്നലത്തെ മഴ എന്നുള്ളതാണ്. എൻ മോഹനൻ്റെ നോവൽ ഏതാണ്? ഇന്നലത്തെ മഴ. ദസ്തയേവ്സ്കിയുടെ കഥ പറയുന്ന പെരുമ്പടം ശ്രീധരൻ്റെ നോവൽ ഏതാണ്? ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത് ഓർത്തിരിക്കുക. ദസ്തയേവ്സ്കിയുടെ കഥ പറയുന്ന പെരുമ്പടം ശ്രീധരൻ്റെ നോവൽ ഏതാണ്? ഒരു സങ്കീർത്തനം പോലെ. ഇനി നളചരിതം ആസ്പദമാക്കി സുമംഗല രചിച്ച നോവൽ ഏതാണ്? അക്ഷഹൃദയമാണ്. അക്ഷഹൃദയം എന്ന നോവൽ രചിച്ചിട്ടുള്ളത് ആരാണ്? സുമംഗലയാണ്. അതിൻ്റെ പ്രധാന കഥ എന്ന് പറയുന്നത് എന്താണ്? നളചരിതമാണ്. ഇനി നോക്കൂ, തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന തകഴിയുടെ കൃതി ഏതാണ്? ഏണിപ്പടികളാണ്. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന തകഴിയുടെ കൃതി ഏതാണ്? ഏണിപ്പടികളാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട നോവലിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഫാക്റ്റുകളും മേഖലകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വ്യത്യസ്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളാവുക. കേരള PSCക്ക് സൗജന്യമായിട്ട് മുന്നേ സൂചിപ്പിച്ച കാര്യമൊന്നും കൂടെ ആവർത്തിക്കുന്നു. സൗജന്യമായിട്ട് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ നൽകാം. അതോടൊപ്പം തന്നെ ഇന്ന് UGC നെറ്റ് മലയാളത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടി നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ട്സും ടിപ്സും നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് പഠിക്കാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ട് കിട്ടുകയാണ്, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠനം ഉഷാറാവട്ടെ. നന്ദി.